ദേ കാട്. എവിടാ അവൻ? നിന്റെയൊക്കെ അണ്ണൻ. ഞങ്ങൾക്കറിയില്ല വിക്രമൻ. 2 ദിവസമായി കണ്ടിട്ട്. അവനോട് ഒന്ന് പറഞ്ഞേക്ക് വിക്രമനിക്ക് വന്നെന്നോ. അവൻ കരുതി കാണുമല്ലേ വിക്രമൻ എന്നും അകത്ത് കിടക്കുമെന്ന്. അല്ല, ഇന്നിനി ആർക്കു വേണ്ടിയാ വഴക്കും ബഹളവും? എന്തിനാ നീ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ? അതുകൊണ്ട് എന്താ ഗുണം? ഈ തല്ലും വഴക്കും കൊണ്ടല്ലേ നിന്റെ ജോലി പോലും പോയത്? വേണ്ട, എല്ലാം മതിയാക്ക്. ഇല്ലമ്മേ, എന്നെ കൊണ്ടാവില്ല ചിലതൊക്കെ കാണുമ്പോൾ. വേണ്ട മോനെ, എല്ലാം കാണാനും കേൾക്കാനും നടന്നാൽ ഈ ലോകത്ത് ഒരുപാടുണ്ട്. എനിക്ക് ഈ ഭൂമിയിൽ ആകെയുള്ളത് നീയാ. തല്ലും വഴക്കൊക്കെ അവസാനിപ്പിച്ച് നീ നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. ഏയ്, അതൊന്നും ഈ വിക്രമന് ചേരില്ലമ്മേ. എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മാത്രം മതി. ഹലോ, എന്താടോ ജെയിംസ്? താൻ കാര്യം വ്യക്തമായിട്ട് പറ. താൻ പേടിക്കണ്ടോ, അത് നമുക്ക് റെഡിയാക്കാം. അത് ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ. വിക്രമനാ കൃത്യസമയം. അതാണ് വിക്രമൻ. ഞാനും ദൈവന്മാരും പല രീതിയിൽ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് വിക്രമ നീ എനിക്ക് ഒറ്റ ദിവസം നേടുന്നത്. അതെ അതെ, ബുദ്ധിപരമായും കായികപരമായും ഞങ്ങൾ ഒരുപാട് നോക്കിയതാ, പക്ഷെ അവൻ വഴങ്ങിയില്ല. ഈ സന്തോഷത്തിൽ നിനക്ക് ഞാൻ എന്താ തരേണ്ട വിക്രമ? പറ വിക്രമ, പറയേ. ഇത് മാത്രമല്ല, അകത്തുകൊണ്ട് നിനക്ക് ഒരു ഗംഭീരായിട്ട്. പോന്ന കണ്ടോ? ഓൾ ദ ബെസ്റ്റ്. പോയിട്ടുണ്ട്. വേണ്ട, 2 ആയി. വേണ്ടെങ്കിൽ വേണ്ട. വെറുതെ അല്ല 2 മതിയെന്ന് പറഞ്ഞ്. എന്നെ ഉപദ്രവിക്കില്ല സാർ, പ്ലീസ് സാർ. ഞാനൊരു പാവ സാർ, പ്ലീസ് സാർ, പ്ലീസ്. നിങ്ങൾ ആരും ഉപദ്രവിക്കില്ല. നീ ഒന്ന് സഹകരിച്ചോ. വിടെ എന്നെ.
എന്താടോ ജെയിംസേ? എന്താടി ഇത്ര പടച്ചിൽ? ആദ്യമായിട്ടാണോ? ഇങ്ങനെയൊക്കെയല്ലേ വിക്രമ ശീലമാകുന്നത്. എന്നെയൊന്നും ചെയ്യില്ലേ സാർ, ഞാനൊരു പാവാണ് സാർ. എന്നെയൊന്നും ചെയ്യില്ലേ സാർ, ഞാനൊരു പാവാണ്. പിന്നെ എന്ത് ചെയ്യാനാ? എന്നെയൊന്നും ചെയ്യില്ലേ സാർ, ഞാനൊരു പാവാണ് സാർ. എന്നെയൊന്നും ചെയ്യില്ലേ സാർ, പ്ലീസ് സാർ, പ്ലീസ് സാർ, പ്ലീസ് സാർ. എവിടാ നിന്റെ വീട്? ചെയ്യില്ലേ സാർ, ഞാനൊരു പാവാണ് സാർ, പ്ലീസ് സാർ. ചോദിച്ച കേട്ടില്ലേടി? ചെമ്പഞ്ചോല. നീ എന്തിനാ ഇവിടെ വന്നത്? ജോലി തരാന്ന് പറഞ്ഞു ഈ സാറ്. നിനക്ക് വേറെ ആരുമില്ലേ? അമ്മയും 2 അനിയത്തിമാരും. അമ്മ കിടപ്പില്ല, ജോലിക്കൊന്നും പോകാൻ കഴിയില്ല. വേറെ മാർഗമൊന്നുമില്ലാട്ടാ സാർ ഒരു ജോലി തരാന്ന് പറഞ്ഞപ്പോ ഈ സാറിനെ വിശ്വസിച്ച് കൂടെ പോകുന്നത്. അനിയത്തിമാരെ പഠിപ്പിക്കണം, അമ്മയ്ക്ക് മരുന്ന് മേടിക്കണം, നിവർത്തികേടുണ്ടാ സാറേ? അവളോട് കിന്നാറിന് വെച്ച സമയം കളയല്ലേ വിക്രമ. ഇവള് പറഞ്ഞത് ശരിയാണോ? ജോലി നൽകാമെന്ന് പറഞ്ഞാണോ ഇവളെ കൂട്ടിക്കൊണ്ടുവന്നത്? ഇതും ഒരു ജോലിയല്ലേ വിക്രമ, 4 ഇരട്ടി ശമ്പളം കിട്ടുന്ന ജോലി. എൻജോയ്. പെണ്ണിന്റെ മാനത്തിന് വില പറയുന്നോടാ. എന്താ വിക്രമ നിന്റെ സ്വരത്തിനൊരു മാറ്റം? എന്റെ സ്വരം എപ്പോഴും എങ്ങനെയാ? ഒരു പെൺകുട്ടിയെ പറഞ്ഞു പറ്റിച്ചു കൊണ്ടുവന്നിട്ട് ദേ ഇവളെ എവിടുന്നാണോ നീ കൊണ്ടുവന്നത് അവിടെ ഒരു പോറൽ പോലും ഏൽക്കാതെ എത്തിക്കണം. ഇല്ലെങ്കിലോ? ഞാൻ കൊണ്ടുപോകും ഇവളെ ഇവിടെ നിന്ന്. ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ലോകത്തുണ്ട്. അവരെയൊക്കെ നീ രക്ഷിക്കുമോ വിക്രമ? ഒരാളെയെങ്കിലും എനിക്ക് രക്ഷിക്കാൻ കഴിയും. നീ ഒരാണാണെന്നാണ് ഞാൻ കരുതിയത്. പെണ്ണിന്റെ മാനം കളയുന്നവനല്ലടാ, ജീവൻ കൊടുത്തും അവളുടെ മാനം സംരക്ഷിക്കുന്നവനാ ആണ്. നീയും ഞാനും ഇപ്പൊ ഇവിടെ നിൽക്കാൻ കാരണം ഒരു പെണ്ണ, നിന്റെയും എന്റെയും ഒക്കെ അമ്മ. ഹോ, താൻ വലിയ സത്യസന്ധനും ന്യായാധിപനൊക്കെ ആണല്ലോ, എന്നിട്ടും ചെയ്യുന്ന തൊഴിൽ. അതേടാ, വിക്രമൻ ഇന്ന് വരെ അന്യായം ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് നിനക്ക് വേണ്ടി ചെയ്തതും നിന്റെ ഭാഗത്താണ് ശരിയെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാ. അല്ലാതെ നിന്നെ പോലുള്ളവരുടെ കൂലിത്തല്ലുകാരനല്ല ഈ കാടശ്ശേരി വിക്രമൻ. തെറ്റ് കണ്ടാൽ എതിർക്കും, വിളിച്ചു പറയും, തല്ലും, വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യും. ഇത് കൊച്ചെ, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം വരാം. സുരക്ഷിതമായിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടെത്തിക്കാം. വരാം, ഞാൻ വരാം. അതെങ്ങനെ ശരിയാവും വിക്രമ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. എന്നാൽ ഞാൻ ഇവളെ ഒരുപാട് മോഹിച്ചു പോയി. ഒത്തിരി കഷ്ടപ്പെട്ട ഞാൻ ഇവളെ ഇവിടെ എത്തിച്ചു തന്നെ. വേണ്ട, തടയാനാണ് ഭാവമെങ്കിൽ കൊല്ലാനും ഞാൻ മടിക്കില്ല. ഇത് വിക്രമനാ, കാടൻ വിക്രമൻ. ഒരുപാട് പേർക്ക് താങ്ങാവാൻ ചിലപ്പോൾ നമുക്ക് കഴിയില്ല. എന്നാൽ ഒരാൾക്കെങ്കിലും താങ്ങാവാൻ, തണലാവാൻ, രക്ഷകനാവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അതെ, ആ ഒരുവനാവണം നമ്മൾ നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി.